ഇങ്ങനെ ഒരു പുള്ളിക്കാരിയെ വന്നിട്ട് മോഹൻലാലിന് നന്ദിയില്ല, അല്ലെങ്കിൽ മോഹൻലാൽ ഇത്രക്കാരനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെന്തോ ചോറ് വെച്ചു കൊടുത്തതാണ്. എന്നിട്ടും മോഹൻലാലിന് നന്ദിയില്ലെന്നൊക്കെ അവർ പറയുന്നത്. ഇവിടെ വീട്ടിൽ ചെന്നപ്പോ ചോറ് കൊടുത്തു പോലും. സാധാരണ വീട്ടിലെ ഗസ്റ്റ് ഒക്കെ വന്നാൽ നമ്മളെല്ലാരെയും ഒരുപോലെ അല്ലേ ട്രീറ്റ് ചെയ്യുന്നത്? ഒരുപോലെ എന്നല്ല, വരുന്ന ഗസ്റ്റിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. നമുക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, എന്നാലും ചുമ്മാ ട്രൈ ചെയ്യാം. ഇങ്ങനെ വെക്കരുത്, ഇങ്ങനെ വെക്കണം. അപ്പോ മോഹൻലാൽ വീട്ടിൽ ചെല്ലുന്നു, അവിടുത്തെ അവർ ഫുഡ് കൊടുക്കുന്നു, കഴിക്കുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നു. അത് കഴിഞ്ഞ് ഇവർ പറയുന്നത് ഇവരുടെ ഭർത്താവ് മരിച്ചപ്പോ അയാൾ വന്നില്ല, അതുകൊണ്ട് അയാൾക്ക് നന്ദി ഇല്ലാത്തവനാണ് എന്നൊക്കെയാ പറയാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ, നമ്മളിപ്പോ ഒരു ഗസ്റ്റിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നന്ദി ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങുകയോ അല്ലെങ്കിൽ ഹോം സ്റ്റേ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ തുടങ്ങുവാണെങ്കിൽ പൈസ കിട്ടും. നമ്മളങ്ങനെ ആരോടും ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ലോ ഓരോരുത്തർ ഇടപെടുന്നത്. ഇപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്. അവർ പലരും ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഞാൻ പലരുടെ വീട്ടിൽ പോകുന്നു, പലരും എന്റെ വീട്ടിൽ വരുന്നു. എന്റെ വീട്ടിൽ വന്നവരാരാന്ന് എനിക്കറിയത്തില്ല. ഇനി ഞാൻ ചില വീടുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇനി ഓർമ്മയുണ്ടോ, ഇനി എനിക്ക് നന്ദി ഇല്ലാത്തവരാണെന്ന് പറയുമെന്നൊക്കെ ഈ വീഡിയോ കണ്ടപ്പോൾ ഒരു സംശയം. അല്ല, എന്തൊരു ഇടപാടാ അത്? അങ്ങനെയൊക്കെ പറയാവോ? അല്ല, ഇവരുടെ വീട്ടിൽ മോഹൻലാൽ മാത്രമേ വന്നിട്ട് പിന്നെ വരാത്തേ ഉള്ളൂ? അല്ല, ഭർത്താവ് മരിച്ചപ്പോ വേറെ എത്രയോ പേര് അല്ലേ, ഇത്രയും കൊല്ലങ്ങളായിട്ട് എത്ര സുഹൃത്തുക്കളുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ ഫേമസ് ആയി പോയാലുള്ള കുഴപ്പമില്ല. ഫേമസ് ആയ ആളെ പിന്നെ നമ്മൾ അങ്ങ് എക്സ്പെക്ട് ചെയ്യും. അവര് ഓക്കെ വേണ്ട, വലിയൊരാളെന്ന് പറഞ്ഞാൽ മോഹൻലാലും അവരുടെ വീട്ടുകാരൊക്കെ ചിലപ്പോൾ ഇനി വലിയതോ ചെറുതോ ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും മോഹൻലാലാണ് ഇപ്പൊ ഇവരെക്കാളൊക്കെ ഫേമസ്. ഇവരുടെ ഭർത്താവ് വരാന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരാളായതുകൊണ്ടല്ലേ വീണ്ടും അയാൾ എന്താ വരാത്തെന്നൊക്കെ ചിന്തിക്കുന്നു. ഈ വീഡിയോ കണ്ടാൽ എന്ത് വിചാരിക്കും? മോഹൻലാൽ വല്ലാത്തരത്തിൽ പലരും വീട്ടിലൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെട്ടിട്ട് പിന്നെ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത ഒരാള്. അത് ഭയങ്കര മോശം സ്വഭാവം. വന്ന വഴി മറക്കാൻ പാടില്ല, നന്ദി ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്ന ഒത്തിരി സാധനം ഇത്. വന്ന വഴി മറക്കാൻ പാടില്ലെന്നോ, നന്ദി വേണം, നന്ദി വേണോടാ, നന്ദി എന്നൊക്കെ പറഞ്ഞു. അതുപോലത്തെ എന്തോ ഒരു സാധനം, നന്ദി ഇല്ലാത്ത വർഗം എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അത്ര ഒരു പഴഞ്ചൻ പരിപാടിയത്. ഈ വന്ന കാലത്ത് പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലത്തെ ഒരാളുടെ ഒരു ജീവിതം വെച്ച് നോക്കിയാൽ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുക, ഇടപെടുകയും പല വീടുകളിൽ ചെന്ന് നല്ല ഫ്രണ്ട്ലി ആയിട്ടല്ല പിന്നെ മോശം ജാട കാണിച്ചിരുന്ന ഇവർ പറയത്തില്ലേ മോഹൻലാൽ ഭയങ്കര വലിയ ജാടയാ, വീട്ടിൽ വന്നിട്ട് ഭയങ്കര വല്ലാത്ത രീതിയിൽ ഇടപെട്ടു. ഇവരൊന്നും ഇല്ലേ ആ സമയത്ത് അങ്ങനെ പറഞ്ഞില്ലല്ലോ. മമ്മൂട്ടിയാണ് ഉറപ്പായിട്ടും പറയും. മമ്മൂട്ടി വീട്ടിൽ ചെന്നാൽ അവർ പറയൂ എന്നാ ജാടയാ, അയാൾ ആ ഇരുന്നിടത്തൊന്നും അനങ്ങത്തും ഇല്ല, കിച്ചണിലൊന്നും ചെന്ന് മെഴുകത്തില്ല. ഈ മോഹൻലാലിന് പ്രശ്നം ഇതൊക്കെ ഒരു വിധത്തില് ഈ ആവശ്യമില്ലാതെ ഇല്ലാത്തത് കാണിക്കും. പക്ഷെ എന്നാൽ പോലും അതിനും കുഴപ്പമില്ല. രണ്ടും ഏകദേശം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ ഭാഗത്താ കുഴപ്പം. ഇവർ ഈ പറയുന്നത് പിന്നെ തമിഴരാണ്. തമിഴ്നാട്ടുകാർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. തമിഴ് കുറച്ച് ഇമോഷണലി പ്രശ്നമുള്ള ആളുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഇമോഷണലാണ്. അപ്പോ അവർക്ക് കുറച്ചുകൂടി അങ്ങനെ കണക്ട് ആയി കാണും. ഇനി അവരൊക്കെ നാട്ടിലുള്ളവർ ഇങ്ങനെ പോയി വീണ്ടും വരിക, മരിച്ചു കഴിഞ്ഞാൽ ശരി അവിടെയൊക്കെ ഭയങ്കര ആൾക്കൂട്ടൊക്കെ ഉണ്ടാകും. നമുക്ക് അങ്ങനെ വല്ലതും ഉണ്ടോ? മലയാളികൾക്ക് അങ്ങനെ വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്കാണ് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പല വീട്ടിലും പോയി കാണും, പലരോട് ഇടപെട്ട് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെയും ചെന്ന് അവിടെ മരിച്ചപ്പോഴും അവിടെ കല്യാണം കഴിച്ച് അവരുടെ കല്യാണത്തിന് എല്ലാം പങ്കെടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചു പോയിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ അടക്കത്തിനൊന്നും പോകാൻ പറ്റിയില്ല, പോയില്ലെന്നേ ഉള്ളൂ. പോകാൻ പറ്റത്തില്ല, അത് അന്നത്തെ ദിവസം പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് ആ ദിവസം എന്തായിരിക്കും മോഹൻലാലിന് സംഭവിച്ചെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉടനടി അങ്ങ് ഓരോ മീഡിയക്കാർ കൊണ്ടുവന്ന് ഓരോ ഇന്റർവ്യൂ നടത്തുന്നു, അവർ ഓരോ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. മോഹൻലാൽ മനഃപൂർവ്വം ഇവരുടെ ഭർത്താവ് മരിച്ചെന്ന് അറിഞ്ഞിട്ട് അന്ന് പോകണ്ട, വെറുതെ ഇവിടെ വീട്ടിൽ കുത്തിയിരുന്നേക്കാം എന്ന് വിചാരിച്ച പോലെയൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച പോലല്ലേ നമുക്ക് പലർക്കും ഇത് മനസ്സിലായത്. ഇങ്ങനത്തെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് ആര് ചെയ്താലും അത്ര ശരിയാകത്തില്ല. ഇതെന്ന് വെച്ചാൽ അങ്ങനെയാ. നമ്മളിപ്പോ മോഹൻലാലിനെ കുറ്റം പറയും, എപ്പോഴും മോഹൻലാലിനെ കുറ്റം പറയാന്ന്. ഞാൻ പറയുന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും അല്ല. പേഴ്സണൽ ലൈഫിലോട്ട് കയറി ചെന്നിട്ട് അയാൾ ആ സമയത്ത് എവിടെ ആയിരിക്കും? അയാൾ വേറെ എന്തെങ്കിലും അസുഖം പിടിച്ച് അഡ്മിറ്റ് ആയിട്ട് കിടക്കുന്ന ആൾ ഇവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ ചെല്ലണോ നിർബന്ധമുണ്ടോ? അല്ല, വേണ്ട. അതുപോലത്തെ എൻഗേജ്മെന്റ് ആയിരിക്കും ഇപ്പുറത്തുള്ളത്. ഇയാൾക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, ബിസിനസ് പരമോ ഫാമിലി പരമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമോ ആയ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതിനിടെ എല്ലാം വേണ്ട കേണലല്ലേ, വല്ല യുദ്ധത്തിന് വല്ലതും പോയതാണ് കേണ കേണലാണ് അങ്ങനെ വല്ലതായിരിക്കും. അല്ല, അതുമല്ല പിന്നെ വല്ല പാട്ട് പാടാനോ ലിപ്സിംഗ് അടിച്ച് ആളെ പറ്റിക്കാൻ പോകുന്ന പരിപാടി നടത്തുന്ന ആളല്ലേ. ബ്ലോഗ് ചെയ്തായിരിക്കും ദൈവത്തിന് കത്തെഴുതുവാണെന്ന് നിങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ വന്നില്ല പോയില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല കേട്ടോ. ഇമാതിരി പറഞ്ഞ കുറെ ഇന്റർവ്യൂ എടുക്കുന്ന കുറെ പേര്, ഇവർക്കൊന്നും ഒരു ബോധമില്ലേ? ഇവർക്ക് അവരോട് പറഞ്ഞു കൊടുക്കരുത്, അങ്ങനൊന്നും പറയണ്ട. കാരണം അയാൾ തിരക്കുള്ള മനുഷ്യനല്ലേ, ചിലപ്പോൾ അന്നത്തെ ദിവസം വരാൻ പറ്റി കാണത്തില്ല, അല്ലെ പിന്നീട് ചിലപ്പോൾ അങ്ങ് മറന്നങ്ങ് പോയെന്നിരിക്കും. മറവിയൊന്നും പാടില്ലെന്നുണ്ടോ? എന്തെല്ലാം മറക്കുന്നു നമ്മള്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മറന്നുപോയി. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുവൈറ്റിലെ ലാസ്റ്റ് താമസിച്ച ഒരു മുറിയുണ്ട്. ആ മുറി എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ബിൽഡിങ്ങും പരിസരവും എനിക്ക് ഓർമ്മ കിട്ടിയില്ലെന്ന്. ഞാൻ ഓർക്കുന്നത് എനിക്ക് പലതും ഓർമ്മയുണ്ടെന്നാ, പക്ഷെ നമ്മളറിയാതെ പലതും മറന്നു പോകുന്നു. ഈ മറന്നുപോയ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ ഇവർ ചോദിക്കുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ ആയിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, അത് ശരിയാണല്ലോ, ഇങ്ങനെ സംഭവം ഉണ്ടായോ?
അതുവരെ നമ്മളിത് ഒരിടത്തും നമ്മുടെ പിക്ചറിൽ വരത്തില്ല, അല്ലെ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരിടത്തും ചിന്തിക്കാതെ മറന്നേ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെയും ആവാം. അല്ലെ ഇവരെ കണ്ടു കഴിയുമ്പോൾ മോഹൻലാൽ ഞാൻ ഇവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുക, പിന്നീട് വീട്ടിൽ അവിടെ ചെന്നിട്ടേ ഇല്ല, അല്ലെ എനിക്ക് ഇവരെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ജാറ കാണിക്കുക, അതൊക്കെ വേറെ. അതല്ല. ഇവരുടെ ഭർത്താവ് മരിച്ചപ്പോ ഇയാൾ വേറെ എവിടെ അറിഞ്ഞിട്ടുണ്ടാവും, ഇനി മനഃപൂർവ്വം വന്നില്ലെന്ന് തന്നെ കരുതുക. എന്തെങ്കിലും പുള്ളിയുടേതായ കാരണം കൊണ്ട് തൂറാമുട്ടി ഭയങ്കര തൂറ്റല്, വയറിളക്കം. അപ്പൊ അവിടെ വരെ തൂറിയോ വാരി മെഴുകി പോകാൻ പറ്റുന്ന ആളല്ലല്ലോ മോഹൻലാൽ. മോഹൻലാലിനെ കണ്ടിടത്തെല്ലാം കയറി തൂറാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടായിരിക്കും മോഹൻലാൽ വന്ന് വരാൻ. പിന്നെ അങ്ങനെ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ആൾക്കാരുടെ. ഇപ്പൊ നമ്മളിവിടെ ഉള്ളവർക്ക് നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക, നമ്മൾ നല്ല രീതിയിൽ പോവുക. അത് കഴിഞ്ഞാൽ പോയി. അതേ സ്ഥലം മാറി, ആള് മാറി, പല ജോലികളിൽ ഏർപ്പെട്ട് പല പദവികളിൽ അലങ്കരിച്ച്, ഇങ്ങനെ പദവികൾ അലങ്കരിക്കുക. ഇവൻ അവിടെ ഇരിക്കുമ്പോൾ അലങ്കാരം പെടുന്നത് എങ്ങനെയാണ്? ഇതിന് പൂമാലയോ എന്നാ അങ്ങനെയൊക്കെ എന്തോ ആണ്. പല സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയി താത്വികമായ അവലോകനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണ അലങ്കാര ഉദ്ദിഷ്ട അലങ്കാരം മറ്റേ സംഭവമൊക്കെ ചെയ്യാറുണ്ട്. എന്താ ഉൽപ്രേക്ഷ അങ്ങനെയൊക്കെ സംഭവിക്കാം. അത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അതിനൊന്നും മോഹൻലാലിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് മോഹൻലാൽ എന്ന ഒരു വ്യക്തി വളരെ മോശക്കാരനാവുകയോ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇനി വരും. മോഹൻലാലിനെ പറ്റി ഇത് മാത്രമല്ല പറയാൻ പോകുന്നത്. മോഹൻലാൽ ചിലപ്പോൾ വീട്ടിൽ വന്നിട്ട് പിന്നീട് ഒരിക്കലും വന്നില്ലെന്നോ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നാണ് പിന്നെ വന്നില്ലെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് പല ആൾക്കാർ വരും. മനസ്സിലായോ? മോനുമായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. മോനും ഒന്നിച്ച് കുഞ്ഞാന്ന് വീട്ടിൽ വരുമ്പോ മോനെ എടുക്കുവാന്ന്, മോനെ എന്നൊക്കെ വിളിക്കുമായിരുന്നു. പക്ഷെ സ്വന്തം മോനെ പോലെ ആയിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെ അല്ല. പിന്നീട് കുട്ടി വലുതായപ്പോൾ ഇനി സ്വന്തം മകനാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് സ്വത്തിന് തർക്കം വെക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ അപമാനിക്കപ്പെടുമോ എന്ന് ഭയന്ന് മകനെ പോലെ കണ്ട ആരെങ്കിലും ഒക്കെ പിന്നീട് വന്ന് പറയുവാണ് എനിക്ക് പണ്ട് ഇയാൾ അച്ഛനായിരുന്നു, അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരും വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സംഭവിച്ചതാണ്. അതൊക്കെ ഒരു സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ ഒത്തിരി പേരോട് ഇടപെടും. കുട്ടികളെയൊക്കെ വളരെയധികം പുന്നാരിച്ചിരിക്കും. പിന്നെ നമ്മൾ പുരുഷനോടും സ്ത്രീകളോടും ഒക്കെ ഇടപെടുന്ന രീതികൾ വ്യത്യാസമുണ്ട്. നമ്മൾ ചിലപ്പോൾ എടുത്ത് ഫുട്ബോൾ കളിക്കാനായിരിക്കും പോകുന്നത്. ആണുങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പോകും. അത് പെൺകുട്ടികൾ കളിക്കുന്ന കളിയല്ല. അപ്പോൾ ഗ്രൗണ്ടിൽ പോയി കളിക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി, ഗൾഫിന് പോയി. തിരിച്ചു വന്നപ്പോൾ ആ ഗ്രൗണ്ട് അവിടെ ഇല്ല, അവിടെ ഒരു വീട് വന്നു. പിന്നെ അവരൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഓരോരുത്തരും അവിടെ ഇവിടെ വെച്ച് കാണുമ്പോൾ മിണ്ടുന്നു. പക്ഷെ അവർ പറയുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തരത്തില്ല. പക്ഷെ ഇയാൾ പ്രശസ്തനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലയിൽ എത്തിപ്പെട്ടാൽ അവരെക്കാൾ ഉയർന്ന രീതിയിൽ ആയി പോയാൽ മാത്രമേ ഇത് പറയത്തുള്ളൂ. ഇയാൾ നശിച്ച് നാറാണക്കല്ലായ പറയത്തില്ല. കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഒരാൾക്കാർ വിചാരിക്കുന്നവരാ. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഇതെല്ലാം ഓരോ രീതിയും നമ്മൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് കരുതുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ പെൺകുട്ടികളിലൂടെ നമ്മൾ ഇടപെടുന്നു. അതിപ്പോ ഫുട്ബോൾ കളിക്കാൻ പറ്റത്തില്ല, ക്രിക്കറ്റ് കളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരോട് നമ്മൾ കളിക്കുന്നത് ചിലപ്പോ ചെറിയ കുഞ്ഞു കളികളൊക്കെ ആയിരിക്കും. എന്ത് കളി? വല്ല ചെസ് കളിക്കുകയോ ക്യാരംസ് കളിക്കുകയോ അല്ലെങ്കിൽ ചീട്ട് കളിക്കുകയോ ലൂഡോ എന്താ അതൊക്കെ ഇല്ല. അങ്ങനെയൊക്കെ ലൂഡോ ആണോ, പാമ്പും കോണിയും കളിക്കുക, സ്നേക്ക് ആൻഡ് ലാഡർ ഇതൊക്കെ കളിക്കും പെൺകുട്ടികൾ. അങ്ങനെയുള്ള കളികളൊക്കെ ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. അപ്പൊ ആ പെൺകുട്ടികളൊക്കെ കൂടെ വന്നിട്ട് പറയുകയാണ് ഇയാൾ പണ്ട് എന്നോട് സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കുമായിരുന്നു, ഇപ്പൊ എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ല, എന്റെ ഭർത്താവ് മരിച്ചപ്പോ വന്നില്ല, എന്നെ കല്യാണത്തിന് വന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതെങ്ങനെ എന്തുവാടെ ഇതൊക്കെ? ആ പറയുന്ന ആൾക്കാരുടെ ഒരു ക്വാളിറ്റി അല്ലേ പോകുന്നേ. അല്ലാതെ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ ആരെ പറ്റി അങ്ങനെ പറഞ്ഞില്ല. പണ്ടത്തെ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഇവനിപ്പോ ഇങ്ങനെ ചെയ്തു, അവൻ ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി കുറ്റം പറയുക അല്ല ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളിങ്ങനെ പറയുന്നത് ചിന്തിക്കുന്നില്ല. മോഹൻലാൽ അങ്ങനെ ആരെങ്കിലും പറ്റി പറയുന്ന കേട്ടിട്ടുണ്ടോ? പണ്ട് എന്റെ വീട്ടിൽ വന്നോണ്ടിരുന്ന മമ്മൂട്ടി ഇപ്പൊ വീട്ടിൽ വരുന്നില്ല. പണ്ടൊക്കെ പടങ്ങളൊക്കെ പൊട്ടുമ്പോൾ മമ്മൂട്ടിക്ക് വിഷമം വരുമ്പോൾ എന്നെ വിളിക്കുകയാണ്. ഇപ്പൊ മമ്മൂട്ടിയുടെ പടം എല്ലാം വിജയിക്കുന്നതുകൊണ്ട് മമ്മൂട്ടി വിളിക്കുന്നില്ല, വിളിക്കേണ്ട ആവശ്യമില്ലായിരിക്കും എന്ന് പൊട്ടും പൊടിച്ചാൽ പോലും എന്നൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരാളായി മോഹൻലാൽ. എന്നാ മോഹൻലാലോ പടം എല്ലാം പൊട്ടി ഒന്നിനും കൊള്ളാതെ പോലത്തെ ഒരു അവസ്ഥയെ ജീവിക്കുന്നതിനിടയിൽ ഇവരുടെ ഭർത്താവ് മരിക്കാൻ ചെല്ലണമെന്നൊക്കെ പറഞ്ഞാൽ നടക്കുവോ? ഒന്നാമത് ഡെസ്പ് ആയിരിക്കും. ചിലപ്പോ എല്ലാം പൊട്ടുക, ഒന്നിനും കൊള്ളാത്ത പോലെ ആയിക്കൊണ്ടിരിക്കുക. എന്ത് വാ തുറന്ന് എന്തിനും പറഞ്ഞാൽ മൊത്തം വിട്ടുതരായി പോകുന്നു. എല്ലാവരും നാട്ടിലെ കൊച്ചുപിള്ളേരൊക്കെ കളിയാക്കുന്നു, ചെണ്ട പോലെ ആയിരിക്കുന്നു. ആകെയുള്ള ഒരു TV ഷോ, അതും ഒരു തറ പരിപാടിയുടെ ആങ്കറായി ജീവിക്കേണ്ട ഗതികേട് വന്ന് നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അല്ല പിന്നെ സുരേഷ് ഗോപിയെ പോലെ ഈ പറഞ്ഞ പോലെ നാട് നീളെ തെണ്ടി നടന്ന് എവിടെയും ചെന്ന് എന്ത് ഉപദ്രവം കാണിക്കാൻ മടിയില്ലാത്ത ഒരാളെ പോലെ നടക്കുന്ന സുരേഷ് ഗോപി വേറെ ഒരുത്തൻ. അപ്പൊ ഇങ്ങനെയുള്ളവരെ പോലെ സിനിമയായിരുന്നു ഇവരൊക്കെ നടന്മാരാന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇവർ നടന്മാരല്ലല്ലോ. മോഹൻലാൽ ഒരു നടനാണോ എന്ന് ചോദിച്ചാൽ അഭിനയിക്കാൻ പറ്റാതെ പോയ, താടി പഠിക്കാൻ പറ്റാത്ത, മുഖത്തൊരു ഭാവം വരാത്ത, പന്ന സിനിമകൾ മാത്രം ചെയ്യുന്ന, നിരന്തരം അടുപ്പിച്ച് പൊട്ടിത്തെറിക്കുന്ന ഊളപ്പടങ്ങളിൽ മാത്രം അഭിനയിക്കാനായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആള്. മറ്റുള്ള എല്ലാ സിനിമകളും എന്തെല്ലാം പടങ്ങളാ, പുതുമുഖങ്ങൾക്ക് വരെ നല്ല സിനിമകൾ കിട്ടുന്നു, പക്ഷെ മോഹൻലാലിന് കിട്ടുന്നില്ല. ആ അവസരത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു മോഹൻലാലിനെ വീട്ടിൽ വരണമെന്ന് നടക്കുവോ? മോഹൻലാലെ പെട്ട് നിൽക്കുക, വയ്യ. മോഹൻലാലിനെ കോക്കിന്റെ വയ്യാവാട് കൊടുക്കണമെന്ന് തോന്നുന്നു.
അപ്പൊ അങ്ങനെ പുതിയ പരിപാടികളൊന്നും പിടിക്കാൻ പറ്റാതെ, പുതിയ ട്രെൻഡിനനുസരിച്ച് നീങ്ങാൻ പറ്റാതെ ഔട്ട്ഡേറ്റഡ് ആയി പോയ ഒരു സിനിമാ നടൻ TV ഷോയിൽ അവതാരകനായി വരുന്ന ഒരു അവസ്ഥ. മനസ്സിലായില്ലേ? അതൊരു പൊട്ട പരിപാടി, ഏറ്റവും പന്ന പരിപാടിക്ക് സീരിയൽ അഭിനയിച്ചാൽ പോലും ഇതിലും ഭേദമാണ്. ഇതൊന്നും അഭിനയിക്കുമെങ്കിലാണെന്ന് പറയും. ഇനി അടുത്തത് മറ്റേ ഈ ഉദ്ഘാടനത്തിനൊക്കെ വന്നിട്ട് ആങ്കർ ചെയ്യും മറ്റുള്ളവർ വരുമ്പോഴേ. ഇപ്പൊ തൊപ്പിയൊക്കെ വരുമ്പോ മോഹൻലാൽ ആങ്കർ ചെയ്യുന്നു. ഏത് അങ്ങനെയൊക്കെ ആ അവസ്ഥയാ. അങ്ങനെ ഇരിക്കുന്ന മോഹൻലാൽ